ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. സയൻസ് ജനങ്ങളിലേക്ക് എന്ന ഹാഷ്ടാഗോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കു സയൻസ് പോർട്ടലും ചേർന്ന് കേരളത്തിലെ പ്രമുഖ അക്കാദമിക സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നവംബർ-ഡിസംബർ മാസങ്ങളിൽ 5 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന കേരള സയൻസ് സ്ലാം 2024 കോഴിക്കോട് റീജിയണൽ മത്സരമാണ് നവംബർ 23 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. വിദേശത്ത് പലപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്ന സയൻസ് സ്ലാം കേരളത്തിൽ ആദ്യമായാണ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സരാർത്ഥികളുടെ സ്ക്രീനിങ്ങും പൊതുജനങ്ങളുടെ രജിസ്ട്രേഷനും പൂർത്തിയായതായും സംഘാടകർ പറഞ്ഞു. സയൻസ് ലാബ് 2024 കേരളത്തിൽ ആദ്യമായി അക്കാദമിക രംഗത്ത് പ്രത്യേകിച്ചും ശാസ്ത്ര വിഷയങ്ങളിൽ നടക്കുന്ന ഗവേഷണത്തെ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇതിനോടകം 2 സർവകലാശാലകളിൽ ഇതിൻ്റെ 2 ഈവൻറ്റുകൾ നടന്നു കഴിഞ്ഞു. 3ാമത്തെ ഈവൻ്റാണ് നമ്മുടെ സർവകലാശാലയിൽ നടക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന MS സ്വാമിനാഥൻ സെൻറ്റർ ഫോർ സയൻസ് പോപ്പുലറൈസേഷനും ലൂക്ക സയൻസ് പോർട്ടലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. EMS സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ P. രവീന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല പ്രൊഫസർ MS സ്വാമിനാഥൻ ചെയർ ഫോർ സയൻസ് പോപ്പുലറൈസേഷൻ ആൻഡ് റിസർച്ചിൻ്റെ മുൻകൈയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന സെഷന് ശേഷം രാവിലെ 10 മണി മുതൽ മത്സരം ആരംഭിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ 24 പേരാണ് മത്സരിക്കുന്നത്. 350 പേരാണ് കാണികളായി പങ്കെടുക്കുക. വൈകിട്ട് 4 മണിക്ക് എപ്പിക്കൽ മ്യൂസിക് ബാൻഡ് സംഗീത പരിപാടിയും ഉണ്ടാകും. സയൻസ് അറിയുന്നവരും അറിയാത്തവരുമായ പ്രേക്ഷകർക്ക് മുന്നിൽ യുവശാസ്ത്രജ്ഞർ അവരുടെ ഗവേഷണ പ്രൊജക്റ്റുകൾ സാധാരണക്കാരുടെ ഭാഷയിൽ ലളിതമായ ചെറിയ സംഭാഷണത്തിലൂടെ 10 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കുകയാണ് മത്സരം. സയൻസ് വിഷയങ്ങളിലെ ഗവേഷകർ, ഗവേഷണ വിദ്യാർത്ഥികൾ, ഗവേഷണത്തിനൊരുങ്ങുന്ന ഉന്നത ബിരുദ വിദ്യാർത്ഥികൾ എന്നിവരാണ് അവതരണങ്ങൾ നടത്തുക. മികച്ച അവതരണം നടത്തുന്ന 5 പേരെ ഡിസംബർ 14 പാലക്കാട് IIT-യിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കും. വിദഗ്ധർ ഉൾപ്പെടുന്ന പാനലിനൊപ്പം കാണികളും വിധി നിർണയത്തിൽ പങ്കെടുക്കുമെന്നത് സയൻസ് സ്ലാമിൻ്റെ സവിശേഷതയാണ്. സയൻസിൻ്റെ ഈ ജനകീയ വിനിമയ പരിപാടിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, തിരുവനന്തപുരം വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ തുടക്കം കുറിച്ചു. 3ാമത്തെ മത്സരമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നത്. റീജിയണൽ മത്സരങ്ങളിൽ അവസാനത്തേത് നവംബർ 30 കണ്ണൂർ സർവകലാശാലയിൽ നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ BS ഹരികുമാരൻ തമ്പി, ഡോക്ടർ CC ഹരിലാൽ, ഡോക്ടർ P. പ്രസീത, CN സുനിൽ, DSU ചെയർമാൻ പ്രവീൺ, സർവകലാശാല PRO CK ഷിജിത്ത് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.